സമയം ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവന്നത്. എക്സിറ്റ് പോളിൽ ബി.ജെ.പി. പ്രതീക്ഷ വയ്ക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രവചനങ്ങളെ പാടെ തള്ളുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇക്കുറി മേധാവിത്വം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ.ഡി.എ വിലയിരുത്തുന്നത്. 2014 മോദി തരംഗമേൽക്കാത്ത വങ്കനാട് ഇക്കുറി ബി.ജെ.പിക്ക് 2019 മികച്ച നേട്ടം സമ്മാനിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. തൃണമൂലിന്റെ കടുത്ത ചെറുത്തുനിൽപ്പിനെ മറികടന്ന് ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തിന് 20-ലധികം സീറ്റാണ് പ്രവചിക്കുന്നത്. 25-ലധികമാണ് ബി.ജെ.പിയുടെ ടാർഗറ്റ്. ബി.ജെ.പി. ഈ ലക്ഷ്യം കൈവരിക്കുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ബംഗാളിന്റെ ജനവിധി എന്തുതന്നെയായാലും ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് തള്ളുമ്പോഴും 2019 ജനവിധി പ്രവചനത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് 43.28%, ബി.ജെ.പിക്ക് 40.25% വോട്ട് വിഹിതം. അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞപ്പോൾ തൃണമൂൽ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ 28 മുതൽ 30 സീറ്റുകൾ നേടുമെന്നാണ്. സന്ദേശ് കാലിയിലെ അവസാനഘട്ട തൃണമൂലിന്റെ പ്രതിരോധം സ്ത്രീ വോട്ടുകൾ മമതയ്ക്കൊപ്പം നിന്നുവെന്നാണ് തൃണമൂലിന്റെ വിലയിരുത്തൽ. ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രങ്ങൾക്ക് വിപരീതമായ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇടത് സഖ്യത്തിന് ഇക്കുറിയും കാലിടറുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം നൽകുന്ന സൂചന. വടക്കിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളിലെ 21 സീറ്റിൽ 16ഇടത്തും ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ വരുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യത്തിന്റെ പട്ടികയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. വങ്കദേശത്ത് തൃണമൂലിനെ ബി.ജെ.പി. മറികടക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യമായാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. കൊൽക്കത്തയിലെ തൃണമൂൽ ഭവന് മുന്നിൽ നിന്നും മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.